കാത്തരി മണ്ണോ കാത്തരി പൊന്നോ ഈ മണ്ണെന്ന് ഞാനും നിങ്ങളും കൊണ്ടുപോകില്ല. കാരണം കൊണ്ടുവന്നിട്ടില്ല ഞാനും നിങ്ങളും. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പം ഒരു നൂല് പോലും കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ടും തിരിച്ചു പോകുമ്പോ എന്നെ ഒരു തുണി കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ എന്റെ ഔറത്ത് കാണാണ്ടിരിക്കാനാ. അല്ലാതെ എനിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. 500 1000 രൂപന്റെ ഈ ദുനിയാവിലെ ചെറിയ പോറത്തുണി അല്ലാത്തതൊന്നും ഈ ദുനിയാവെന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ദുനിയാവിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കരുത്. അതെപ്പോഴും അവസാനിക്കും. ഈത്തപ്പന ഓലയിൽ കിടന്ന് പുറമാകെ പൊളിഞ്ഞ് ചുവന്ന പാട് കണ്ടപ്പം അള്ളാന്റെ ഹബീബിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നില്ലേ, റസൂലേ, ഞാൻ നിങ്ങൾക്കൊരു നല്ല ഈത്തപ്പന കിടക്കുണ്ടാക്കി തരട്ടെ? അള്ളാഹുവിന്റെ റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്. ഉമറേ, നമ്മൾ ഈ ദുനിയാവിലൊരു പരദേശിയാ. ഈ ദുനിയാവിൽ നമ്മളൊരു പരദേശിയാ. നമ്മളെക്കാളും വലിയമാരൊക്കെ എത്രയോ പുളിക്കലും നന്മണ്ടയും കഴിഞ്ഞുപോയിട്ടുണ്ട്. നമ്മളെക്കാൾ സ്വത്തുള്ളവര്, നമ്മളെക്കാൾ പൂതി വെച്ച് ജീവിച്ചവര്, നമ്മളെക്കാൾ 1000 സ്വപ്നം കണ്ടവര്. പക്ഷെ അവരൊക്കെ ഈ മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോകുമ്പം ഒന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്. പടച്ചോൻ ഈ ദുനിയാവിൽ ഒരു വിദേശിയുടെ, ഒരു യാത്രക്കാരന്റെ പദവി മാത്രമേ ഇരിക്കും തന്നിട്ടുള്ളൂ. അത്രേ ഉള്ളൂ ദുനിയാവ്. അള്ളാന്റെ ഹബീബിന് പോലും പടച്ചോൻ കൊടുത്ത 63 കൊല്ല. അങ്ങനെയാണ് എനിക്ക് 40 ഇനി 23 കൊല്ലം കിട്ടുമെന്ന് പോലും ഉറപ്പില്ല. 40 കഴിഞ്ഞോലെ ഇനി ഒരു 40 കിട്ടൂലട്ടോ. 50 കഴിഞ്ഞോലെ ഇനി ഒരു 50 ഒന്നും ഉണ്ടാവില്ല. 60 കഴിഞ്ഞോലെ ബേജാറാക്കല്ല. 120 പടച്ചോൻ അടുത്ത ആർക്കും കൊടുത്തിട്ടില്ല. ജീവിച്ചതിനേക്കാൾ കുറവാ ജീവിക്കാനുള്ളതെങ്കിൽ ഈ ദുനിയാവില് അള്ളാന്റെ അരികിലേക്ക് പോകുമ്പോൾ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറെ നല്ലതുണ്ടാവണം. ഇനി